ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും സുരക്ഷാ വീഴ്ച. വളപ്പിൽ അതിക്രമിച്ചു കയറി തടവുകാർക്ക് ലഹരി എറിഞ്ഞുകൊടുത്തു. 8 കെട്ട് ബീഡികളാണ് എറിഞ്ഞുകൊടുത്തത്. സൂപ്രണ്ടിന്റെ പരാതിയിൽ 3 പേർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുണ്ട്. ഫെലിക്സ്, ഇത് പോലീസിന് ഒരു വിലയുമില്ലല്ലോ, ഒരു പേടിയുമില്ലാത്ത ഇത് എന്നും ഇത് തന്നെയാണല്ലോ അവിടെ പരിപാടി. ദിവിഷ, ഒരു മാസം മുമ്പാണ് സമാനമായ രീതിയിൽ മൊബൈൽ ഫോൺ എറിഞ്ഞു കൊടുക്കുന്നതിനിടെ ഒരാൾ പിടിയിലായത്. പിന്നീടാണ് ഈ ഒരു മൊബൈൽ എറിഞ്ഞു കൊടുക്കുന്നതിന് 1000 രൂപ കിട്ടുമെന്നും ഒരു കെട്ട് ബീഡി എറിഞ്ഞു കൊടുത്താൽ 400 രൂപ കിട്ടുമെന്നുള്ള വിവരം പോലീസിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ അറസ്റ്റ് ചെയ്തതിൽ തൊട്ടു പിന്നാലെയാണ് 3 പേർ, കഴിഞ്ഞ ദിവസമാണ് ഈ 3 പേർ ഈ വളപ്പിൽ, അതായത് ഈ കോമ്പൗണ്ടിനുള്ളിൽ അതിക്രമിച്ച് കയറി ജയിലിനുള്ളിലേക്ക് 8 കെട്ട് ബീഡി എറിഞ്ഞു നൽകിയത്. ഇവർ പിന്തിരിഞ്ഞ് ഓടുന്നതാണ് ഈ ജയിൽ ജീവനക്കാർ കണ്ടത്. അങ്ങനെ പിന്തിരിഞ്ഞ് ഓടുന്നത് കണ്ടു. അവർക്ക് പിന്നാലെ ജീവനക്കാരെത്തി, പക്ഷെ അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല. പിന്നീട് ജയിലിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് ഈ 8 കെട്ട് ബീഡി കണ്ടെത്തുകയും ചെയ്തത്. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കെട്ടിന് 400 രൂപ കിട്ടും എന്ന കഴിഞ്ഞ ദിവസം എറിഞ്ഞു കൊടുത്തൊരു പ്രതി മൊഴി നൽകിയിരുന്നു. സമാനമായ രീതിയിൽ ഇവർക്കും പണം കിട്ടിയിരിക്കുകയാണ്. ഏതായാലും വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിക്കുന്നത്. മാത്രമല്ല, ഈ വീഡിയും മറ്റും, അല്ലെങ്കിൽ മൊബൈൽ ഫോണും വീഡിയും മറ്റും ഈ മതിലിന് പുറത്തു നിന്നും ഉള്ളിലേക്കും പലതവണ എറിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ണിൽ പെടുമ്പോൾ മാത്രമാണ് അത് സംബന്ധിച്ച കേസ് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ വീഡിയും മറ്റ് ലഹരി വസ്തുക്കളും മൊബൈൽ ഫോണും യഥേഷ്ടം ഉപയോഗിക്കുന്നുണ്ട്. അത് വല്ലപ്പോഴും മാത്രമാണ് പിടികൂടുന്നത്. ഏതായാലും ഇപ്പോൾ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ 3 പേർ ഇത് എറിഞ്ഞു കൊടുക്കുന്നത് കണ്ടതും പിന്നീട് അത് സംബന്ധിച്ച 8 കെട്ട് ബീഡി പിടികൂടുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തത്. ആരാണ് എറിഞ്ഞു കൊടുത്തത് എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരി, ഫെലിക്സ് പുളിക്കലാണ് വിവരങ്ങൾ നൽകിയത്.